ഇന്ന് കിട്ടിയ പ്രാവശ്യം പൊട്ട് മഴവെള്ളത്തിൽ കഴുകി നിൽക്കുമ്പോൾ മീൻ പിടിക്കുന്നിടത്ത് തോന്നില്ല. ഒന്നും നോക്കില്ല, വെച്ച് പിടിച്ചു തെന്നി വീഴാതെ പുഴക്കരികെ എത്തി. പുഴയാണെങ്കിൽ കലങ്ങി നിറഞ്ഞൊഴുകുകയാണ്. നേരെ മലേന മേലേന്ന് നല്ല മഴ പെയ്ത് വരുന്ന വെള്ളമാണ്. വയനാട്ടിലെ തണുപ്പും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഒരു ചർച്ച നടത്തി നേരെ വണ്ടിയെടുത്ത് പുഴക്കരികിലേക്ക്. ആശാൻ കത്തിയതേപ്പം അപ്പം തന്നെ തുടങ്ങി കേട്ടോ. എന്താണ് പരിപാടി എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായി. ചൂണ്ടയിടാനുള്ള മുള വെട്ടാൻ പോകണമല്ലോ, അതിനെ ഒരാളെന്തായാലും കത്തി തേക്കണം. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. ഇവിടെ നേരെ നോക്കി നടന്നെങ്കിൽ തലയും കുത്തി വീഴും. നടുവടിച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല കർക്കിടകം ആണ്. അടുത്ത കർക്കിടകത്തിലും ഇതേപോലെ വേദന ഉണ്ടാവും. ഒന്നും നോക്കില്ല, സൂക്ഷിച്ച് നടന്ന് അവിടെ എത്തി. ഇതാ അടുത്ത ഡെസ്ക്കാണ്. ഇവിടെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ അടിച്ചു കുത്തി പുഴയെ വീഴും, താഴെ പോയി ചാവുകയും ചെയ്യും. ഒന്നും പറയാൻ പറ്റില്ല. താഴെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, തലയിടിച്ച് തന്നെ ചാവുള്ളൂ. ഇനിയിപ്പോൾ ആശാൻ പറയുന്ന വഴിക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. നേരെ നോക്കി, നേരെ നടന്നു. ഇതാ ഫുൾ ചെളി, ഒന്നും നോക്കണ്ട. ഇവിടെയും തെന്നി വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ പറന്ന കൊത്തി ഇവിടെ എത്തി. എവിടെ? ഇല്ലിച്ചോട്ടിലെത്തിയിട്ട് നല്ല ഇല്ലി നോക്കി വെട്ടിയില്ല, പണി കിട്ടും കേട്ടോ. ഉടായി പില്ലിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. മീൻ ഇല്ലിയും കൊണ്ട് പോകും. വലിയ മീനാണ് ഇടിക്കുന്നെങ്കിൽ മൂഞ്ചും. അതുകൊണ്ട് നല്ല ഇല്ലി നോക്കി നടന്ന് ആശ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. കൂടെ ജിഷ്ണു ഒരു രക്ഷയില്ല. ജിഷ്ണു കട്ടയ്ക്ക് കൂടെ വെക്കുന്നുണ്ട്. ഞാനും കട്ടയ്ക്ക് മൊബൈലും പിടിച്ച് കൂടെ വെക്കുന്നുണ്ട്. ഞാനും നവീനും. ഇതാ 1 2 3 4 ഇല്ലി കിട്ടിയിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ല, നല്ല അടിപൊളി ഇല്ലി. പിന്നെ ആശൻ ചൂണ്ട വെക്കാനുള്ള പരിപാടികളിലേക്കാണ്.